ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വേഗം പണിയൊക്കെ തീർത്ത് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. വേറൊന്നുമല്ല, സ്റ്റുഡിയോയിൽ സമ്മർ കളക്ഷൻസ് വന്നിട്ടുണ്ടെന്ന് കുറച്ച് ദിവസമായി കേൾക്കുന്നു, പക്ഷേ ഇതുവരെ പോയി കാണാൻ പറ്റിയില്ല. സമ്മർ തീരുന്നതിന് മുന്നേ തന്നെ പോയി സമ്മർ കളക്ഷൻസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് കരുതി. ട്രിവാൻഡ്രം കേശവദാസപുരത്തുള്ള സ്റ്റുഡിയോയിലേക്കാണ് നമ്മൾ പോയത്. ഞാൻ വരുന്ന വഴിയിലുള്ള ഒരു സ്റ്റുഡിയോ ഇതാണ്. ഇവിടെ തന്നെ കയറാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചത് ഒരു സമ്മർ തീമിലായിരുന്നു കംപ്ലീറ്റ് സ്റ്റോറും. വളരെ വൈബ്രൻറ്റ് കളേഴ്സിലായിട്ടുള്ള ഡ്രസ്സസ് ആയിരുന്നു. ഞാൻ ആദ്യം പോയത് അവരുടെ കുർത്തി കളക്ഷൻസ് കാണാനായിട്ടാണ്. ഇതെല്ലാം വരുന്നത് 499 ആണ്. പല വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു. യെല്ലോ, ബ്ലൂ, ഗ്രീൻ, പിങ്ക്, അങ്ങനെ ഒരുപാട് കളേഴ്സ്. എല്ലാം ഒരു സമ്മർ തീം തന്നെ ആയിരുന്നു. അതിൽ ഞാൻ ഈ ഒരു കുർത്തി എനിക്ക് ട്രയൽ ചെയ്യണമെന്ന് തോന്നിയ ഒരു പിങ്ക് കളറാണ്. ഇതും 499 തന്നെയാണ്. അതിനുശേഷം എൻ്റെ കണ്ണു പോയത് അവരുടെ ഡ്രസ്സസിലേക്കാണ്. ഫ്ലോറൽ പ്രിൻ്റൊക്കെ വരുന്ന ഒരുപാട് നല്ല ക്യൂട്ട് ഔട്ട്ഫിറ്റ്സ് ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ ഷർട്ട് പൊതുവെ എനിക്കൊത്തിരി ഇഷ്ടമാണ്. ഞാൻ നേരെ അങ്ങോട്ടാണ് പോയത്. ഇവരുടെ ലോങ് സ്ലീവ് ഷർട്ട്സാണിത്. ഇതൊക്കെ വരുന്നത് 499 ആണെന്ന് തോന്നുന്നു. ഇത് നല്ലൊരു ഷർട്ട് എനിക്കിഷ്ടമായി. പിന്നെ അവരുടെ ഒരുപാട് ക്രോപ്പ് ഷർട്ട് ഉണ്ടല്ലോ. ദിസ് ഈസ് ഓൾ 499 ആണ് ഇതെല്ലാം വരുന്നത്. ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഹാഫ് സ്ലീവ് വരുന്ന ക്രോപ്പ് ഷർട്ട്സ്. വീണ്ടും ഒന്നുകൂടി എല്ലാം ചുറ്റിക്കണ്ട് ഇതൊക്കെ എടുക്കണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് ഏരിയയിലേക്ക് ഞാൻ പോയി. യെസ്, നെയിൽ പോളിഷ്. എപ്പോൾ സ്റ്റുഡിയോയിൽ പോയാലും ഇവരുടെ നെയിൽ പോളിഷിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ വളരെ സന്തോഷമാണ്. നമ്മൾ കാണാത്ത പല നിറത്തിലാണ് ഇവിടെയുള്ള നെയിൽ പോളിഷ്. പിന്നെ അവിടെ ഒരുപാട് സൺഗ്ലാസസ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്റ്റുഡിയോയിൽ സൺഗ്ലാസ് കാണുന്നത്. ഇതിനു മുന്നേ ശ്രദ്ധിക്കാത്തതാണോ അതോ ഉണ്ടായിരുന്നോ എന്നറിയില്ല. എല്ലാ സൺഗ്ലാസും വരുന്നത് 199 ആണ്. ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ അവൈലബിൾ ആയിരുന്നു. ബ്രൗൺ ഉണ്ടായിരുന്നു, ബ്ലാക്ക്, ബ്ലൂ, അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആയിരുന്നു. പിന്നെ ഹെയർ ആക്സസറീസ് ആണ് ഇതൊക്കെ. എല്ലാം 99 റുപ്പീസാണ്. അതേ ഒരു ഗോൾഡൻ സിൽവർ കളറിൽ വരുന്ന ഇയറിങ്സ് ഉണ്ടായിരുന്നു, മെറ്റലിൻ്റെ ഇയറിങ്സ്. ഇത് വന്നിട്ട് 99 പിന്നെ 149 അതായിരുന്നു പ്രൈസ് റേഞ്ച്. പിന്നെ ഇതായിരുന്നു അവിടുത്തെ വാച്ചസ്. എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അറിയില്ല, ബട്ട് കാണാൻ വളരെ ക്യൂട്ടാണ്. പിന്നെ ഹെയർ ക്ലിപ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് സെക്കൻഡ് സ്റ്റഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഇയറിംഗ് ആണ്. ഗോൾഡൻ, സിൽവർ രണ്ടിലും അവൈലബിൾ ആണ്. പിന്നെ റിങ് ഉണ്ടായിരുന്നു, ബ്രേസ്ലെറ്റ് ഉണ്ട്. എഗെയിൻ സെക്കൻഡ് സ്റ്റഡായിട്ടും തേർഡ് സ്റ്റഡായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഇയറിങ്സ് ഉണ്ടായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന കളക്ഷൻസ് ആണ്. ഇതെല്ലാം 99 റുപ്പീസിനാണ് വരുന്നത്. ഗോൾഡനിലും സിൽവറിലും അവൈലബിൾ ആണ്. അതിനുശേഷം മാറ്റി വെച്ച കുർത്തിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഫസ്റ്റ് ഈ യെല്ലോ ആണ് നോക്കിയത്. അത്ര എനിക്ക് ഇഷ്ടമായില്ല. വേണ്ടാന്ന് വെച്ചു. അതിനുശേഷം ഈ ഒരു പിങ്ക് നോക്കി. പിങ്ക് കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ ഓഫീസിൽ ഇടാൻ പറ്റിയിട്ടുള്ളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കുർത്തിയായിരുന്നു. ഇത് ഓക്കെ ആയിരുന്നു. പിന്നെ ഇതെനിക്ക് തീരെ ഇഷ്ടമായില്ല. ആദ്യം കണ്ടപ്പോൾ ഇഷ്ടമായി, നല്ല രസമായിട്ട് തോന്നി. പക്ഷെ ഇട്ടപ്പോൾ എന്തോ എനിക്ക് ചേരുന്നില്ല എന്ന് തോന്നി. അതും വേണ്ടാന്ന് വെച്ചു. ഫൈനലി 499 ഈ ഒരു പിങ്ക് കുർത്തിയും പിന്നെ 99 റുപ്പീസിൻ്റെ ഈ ഒരു ഇയറിംഗ് സെറ്റുമാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. രണ്ടും വാങ്ങി ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. ഇതായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഇയറിംഗ്. ഇതിൻ്റെ സിൽവറും അവൈലബിൾ ആണ്. ഇത് സെക്കൻഡ് സ്റ്റഡായിട്ട് യൂസ് ചെയ്യാം, അല്ല നോർമൽ ഇയറിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.